നമുക്ക് ഇനി OPPO Reno2ന്റെ കുറച്ച് സ്പെസിഫിക്കേഷൻ കാര്യങ്ങൾ, ക്യാമറയിൽ കുറച്ച് ഫോട്ടോസൊക്കെ ഞാൻ എടുത്തിട്ടുണ്ട്. എല്ലാ കാര്യങ്ങളൊക്കെ നമുക്കൊന്ന് വിശദമാക്കിയേക്കാം. ആദ്യം നമുക്ക് നോക്കേണ്ടത് ഇതിൻ്റെ ഡിസ്പ്ലേയെക്കുറിച്ചാണ്. 6.5 ഇഞ്ചസ് ആണ് ഇതിൻ്റെ ഡിസ്പ്ലേ സൈസ്. AMOLED പനോരമിക് സ്ക്രീനാണ്, അതായത് യാതൊരുവിധ വിഷ്വൽ ഡിസ്റ്റർബൻസും ഇതിൻ്റെ അകത്തില്ല. പിന്നെ അത് മാത്രമല്ല, AMOLED ആയതുകൊണ്ട് തന്നെ ഒരുപക്ഷെ ഇതിനകത്തൊരു പ്രത്യേകത ഞാൻ നേരത്തെ കണ്ടത്, പുറത്തുനിന്ന് നോക്കിയപ്പോഴും പുറത്ത് വെച്ച് ഏതെങ്കിലും ഒരു വീഡിയോ കാണുന്ന സമയത്തൊക്കെ പെർഫെക്റ്റ് ആയിട്ടുള്ള ഒരു വിഷൻ തന്നെയാണ് നമുക്ക് ലഭിക്കുന്നത്. പിന്നെ ഇതിൻ്റെ ഡിസൈനെക്കുറിച്ച് പറയുമ്പോൾ 3D കർവ്ഡ് ഡിസൈനാണ് നമുക്ക് പറയാൻ പറ്റും. ഞാൻ OPPO Reno2 ചെയ്ത സമയത്ത് ഞാൻ നിങ്ങളോട് പറയുകയാണ്, ഒരു പ്രത്യേക ലൈറ്റ്, എന്തെങ്കിലും ഒരു ലൈറ്റ് ഇതിലേക്ക് അടിക്കുന്ന സമയത്ത് ഒരു ചെറിയൊരു വേവ്സ്, ലൈറ്റ്നിങ് പോലത്തെ ഒരു വേവ്സ് ഒക്കെ നമുക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. ഫ്രണ്ട് ആൻഡ് ബാക്ക് ഗ്ലാസ് ആണ്. ബാക്കിൽ വരുന്നത് കോണിംഗ് Gorilla Glass 5 ആണ്, പക്ഷേ ഫ്രണ്ടിലെ കോണിംഗ് Gorilla Glass 6ൻ്റെ പ്രൊട്ടക്ഷൻ ഇതിൽ നൽകുകയും ചെയ്യുന്നുണ്ട്. 2 കളറിലാണ് ഈ ഫോൺ അവൈലബിൾ ആയിട്ടുള്ളത്. ഒന്ന് ലൂമിനസ് ബ്ലാക്ക് ആൻഡ് ഓഷ്യൻ ബ്ലൂ. നമ്മുടെ കയ്യിലിരിക്കുന്നത് ലൂമിനസ് ബ്ലാക്ക് കളറാണ്. ഇനി നമ്മുടെ സുഹൃത്തുക്കൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ടത്, ഇതിൻ്റെ ഫ്രണ്ട് ആൻഡ് ബാക്ക് ഗ്ലാസ് ആയത് കാരണം എപ്പോഴും ഞാൻ റെക്കമെൻഡ് ചെയ്യുന്നത് ഇതിൻ്റെ കൂടെയുള്ള ഒരു ലെതർ പൗച്ച് ഉപയോഗിക്കുന്ന ഒന്നായിരിക്കും. കാരണം അല്ലെങ്കിൽ ഗ്ലാസ് ആയതുകൊണ്ട് നമ്മുടെ കയ്യിലുള്ള ഫിംഗറിൻ്റെ പാടൊക്കെ ഈ ഒരു ഫോണിൽ വരാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. സാധ്യതയുണ്ട് തന്നെയാണ്. അപ്പോൾ അതുകൊണ്ട് എപ്പോഴും ഈ ഒരു ലെതർ കേസ് ഉപയോഗിച്ചിട്ട് വേണം നിങ്ങൾ ഈ ഫോൺ ഉപയോഗിക്കാൻ, അല്ലെങ്കിൽ എപ്പോഴും ഒരു അഴുക്ക് പിടിക്കാനുള്ള സാധ്യത. ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തെക്കുറിച്ച് പറയുമ്പോൾ ColorOS 6.1, then Android 9 ആണ് ഓപ്പറേറ്റിംഗ് സിസ്റ്റം. പ്രോസസർ Qualcomm HDM 730G, GPU Adreno 618. ദെൻ ബാറ്ററി 4000 mAh ആണ് ഇതിൻ്റെ ബാറ്ററി കപ്പാസിറ്റി. 8GB 256GB ആണ് ഇതിൻ്റെ മെമ്മറി വരുന്നത്. VOOC ചാർജ് 3.0 ആണ്. അത് ലേറ്റസ്റ്റ് ആയിട്ടുള്ള ടെക്നോളജിയാണ് OPPO ഇതിൽ ഇംപ്ലിമെൻറ്റ് ചെയ്തിരിക്കുന്നത്. കൂടുതൽ കാര്യങ്ങൾ അതിനെക്കുറിച്ച്, ബാറ്ററി പെർഫോമൻസ് ഒക്കെ നമുക്ക് ഉപയോഗിച്ചതിന് ശേഷം മാത്രമാണ് പറയാൻ സാധിക്കുകയുള്ളൂ. ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് ക്യാമറയെക്കുറിച്ചാണ്. റിയർ ക്യാമറ പറയുകയാണെങ്കിൽ 48, 8, 13, 2MP അങ്ങനെ 4 ക്യാമറകളാണ് OPPO ഇതിൽ ഇംപ്ലിമെൻറ്റ് ചെയ്തിരിക്കുന്നത്. ഞാൻ 1-2 ഫോട്ടോസ് എടുത്തു. ഞാൻ ഭയങ്കര സാറ്റിസ്ഫൈഡ് ആണ് ഫോട്ടോസിലേക്ക് കാണുമ്പോൾ തന്നെ. ഞാൻ ഇതിലെടുത്ത ഫോട്ടോസ് വെച്ചുകൊണ്ട് തന്നെ നമുക്കൊന്ന് കുറച്ച് കാര്യങ്ങൾ പരിശോധിക്കാം. ഞാൻ ഈ ഫോട്ടോ ഒന്ന് കാണാൻ സാധിക്കും. ഈ ഒരു ഫോട്ടോ ഒരു അൾട്രാ വൈഡ് ആംഗിൾ മോഡിലെടുത്ത ഒരു ഫോട്ടോയാണ്. ദെൻ അതിനുശേഷം ഈ ഒരു ഫോട്ടോ ഒരു 1x സൂമോട് കൂടിയിട്ടെടുത്ത ഫോട്ടോയാണ്. ഇത് ഒരു 2x സൂമിലെടുത്ത ഫോട്ടോയാണ്. ഇത് ഒരു 5x സൂമിലെടുത്ത ഫോട്ടോയാണ്. ഈ സൂം എന്ന് പറയുമ്പോൾ തന്നെ നമുക്ക് എടുത്തു പറയേണ്ട കാര്യം, ഒപ്റ്റിക്കൽ ഇമേജ് സ്റ്റെബിലൈസേഷൻ ഉണ്ട് എന്നുള്ളത് ഒരു വലിയ പ്രധാനപ്പെട്ട കാര്യമാണ്. ഞാൻ പറയുകയുണ്ടായി, ഒപ്റ്റിക്കൽ ഇമേജ് സ്റ്റെബിലൈസേഷനുള്ള ഫോട്ടോകളായിരിക്കും ഒന്നുകൂടെ ക്വാളിറ്റി ഉണ്ടാകുക, അല്ലെങ്കിൽ നമുക്ക് സൂം ചെയ്യാൻ സാധിക്കാം. ഇലക്ട്രോണിക് ഇമേജ് സ്റ്റെബിലൈസേഷൻ ആണെന്നുണ്ടെങ്കിൽ അതൊരു സോഫ്റ്റ്വെയർ ആണ് അതിൽ വർക്ക് ചെയ്യുന്നത്. എപ്പോഴും ഒപ്റ്റിക്കൽ ഇമേജ് സ്റ്റെബിലൈസേഷനുള്ള സ്മാർട്ട് ഫോണുകളായിരിക്കും നല്ലത് എന്നാണ് എൻ്റെ അഭിപ്രായം. പക്ഷേ അതിലൊക്കെ നമ്മൾ നല്ലൊരു സാറ്റിസ്ഫൈഡ് ആണ്. ഇപ്പോൾ എടുത്ത കുറച്ച് ഫോട്ടോസ് കാണുമ്പോൾ തന്നെ നമ്മുടെ സുഹൃത്തുക്കൾക്ക് അറിയാൻ പറ്റും. അത് എന്തായാലും നമ്മുടെ സുഹൃത്തുക്കൾക്ക് റെക്കമെൻഡ് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം തന്നെയാണ്. ദെൻ പോർട്രേറ്റ് മോഡിലെടുക്കുമ്പോൾ എനിക്ക് ഇഷ്ടപ്പെട്ട കാര്യം, ഒരു നാച്ചുറൽ ആയിട്ടുള്ള കളർ പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട് എന്നുള്ളത് തന്നെയാണ്. പിന്നെ ഒരു AI ക്യാമറ ഇതിനകത്ത് പെർഫെക്റ്റ് ആയിട്ട് വർക്ക് ചെയ്യുന്നുണ്ട്. കാര്യം ചില സീനുകൾ എടുക്കുന്ന സമയത്ത് ആ സീനുകൾ വളരെ ഫാസ്റ്റായിട്ട് തന്നെയാണ് ഈ ഒരു ക്യാമറ ഡിറ്റക്റ്റ് ചെയ്യുന്നത്. അതിൽ തന്നെ പോർട്രേറ്റ് ക്യാമറയിൽ തന്നെ ബൊക്കേജ് നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുന്നത് കൊണ്ട്, ബൊക്കേജ് നമ്മൾ അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുക എന്ന് പറഞ്ഞാൽ നമ്മുടെ ബാക്ക്ഗ്രൗണ്ട് ഡെപ്ത് നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും, ബൊക്കേജ് എഫക്റ്റ് എന്ന് പറഞ്ഞാൽ അത് തന്നെയാണ്, ബാക്ക്ഗ്രൗണ്ട് ഡെപ്ത് നമുക്ക് അഡ്ജസ്റ്റ് ചെയ്തുകൊണ്ട് ഫോട്ടോ എടുക്കാൻ പറ്റുന്നതുകൊണ്ട് പോർട്രേറ്റിലും കുറച്ചൊരു ഒരു വ്യക്തത നമുക്ക് ലഭിക്കുന്നുണ്ട്. ഇനി ഇതിൽ പറയേണ്ട കാര്യം, ബാക്ക് ക്യാമറ വീഡിയോനെ കുറിച്ച് പറയുമ്പോൾ എനിക്ക് ഇഷ്ടപ്പെട്ട കാര്യം, വീഡിയോ ഞാൻ അൾട്രാ വൈഡ് ആംഗിൾ മോഡിലെടുത്ത വീഡിയോ ആണ് ഈ കാണുന്നത് അപ്പോസിൻ്റെ. അതേപോലെ തന്നെ അൾട്രാ മോഡ് ഡിസേബിൾ ചെയ്തെടുത്ത വീഡിയോയുമാണ് കാണുന്നത്. നമുക്ക് ആ വീഡിയോയുടെ ഓഡിയോ ക്വാളിറ്റി ഒന്ന് കേട്ടോ എടുക്കുന്നതിൻ്റെ മെയിൻ പർപ്പസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പോൾ നിങ്ങൾക്ക് ഇതിൻ്റെ സൗണ്ട് ക്വാളിറ്റി ഒന്ന് ചെക്ക് ചെയ്യാനായിട്ടാണ് ഈ ഒരു വീഡിയോ ഞാനിപ്പോൾ എടുക്കുന്നത്. പച്ചക്കളറല്ല വെള്ളപ്പൂ. യെസ്, നമ്മുടെ സുഹൃത്തുക്കളൊക്കെ ഒന്ന് സൗണ്ട് ഒന്ന് ജഡ്ജ് ചെയ്യാനായിട്ട് ഈ ഒരു വിഷ്വൽ സഹായിക്കും. കണ്ടോ, നല്ല വ്യക്തതയുണ്ട് ആ ഓഡിയോക്ക്, അത് യാതൊരു സംശയമില്ല. ഇനി നമുക്ക് വീഡിയോയിൽ എടുത്ത് പറയേണ്ട കാര്യം, സാധാരണ കേസിൽ വീഡിയോ എടുക്കുന്ന സമയത്ത് എല്ലാ ആളുകളും ഫേസ് ചെയ്യുന്ന ഒരു കാര്യമാണ് ഈ സ്റ്റെബിലൈസേഷൻ എന്ന് പറഞ്ഞ കാര്യം. പക്ഷേ ഇതിൽ സ്റ്റെബിലൈസേഷന് വേണ്ടി സെപ്പറേറ്റ് ഒരു മോഡ് തന്നെ, ഒരു ഡെഡിക്കേറ്റഡ് ആയിട്ടുള്ള ഒരു മോഡ് തന്നെ ഇതിൽ കാണാൻ സാധിക്കും. അതായത് ഒപ്റ്റിക്കൽ ഇമേജ് സ്റ്റെബിലൈസേഷൻ്റെയും അതേപോലെ തന്നെ ഇലക്ട്രോണിക് ഇമേജ് സ്റ്റെബിലൈസേഷൻ്റെയും ഒരു ലേറ്റസ്റ്റ് ആയിട്ടുള്ളൊരു വേർഷൻ തന്നെയാണ് ഈ അൾട്രാ സ്റ്റെബിലൈസേഷൻ മോഡ് എന്ന് പറയാൻ പറ്റും. കാരണം
ഒരുപക്ഷെ ഇനി സ്പീഡിൽ നമ്മൾ ഓടിക്കൊണ്ടൊക്കെ എന്തെങ്കിലും വീഡിയോ എടുക്കുന്ന സമയത്ത് പോലും ഷെയ്ക്ക് ഇല്ലാതെ നമുക്ക് എടുക്കാൻ സാധിക്കും. ഞാൻ 2 വീഡിയോ കാണിക്കാം. അതായത് അൾട്രാ സ്റ്റെബിലൈസേഷൻ മോഡ് ഡിസേബിൾ ചെയ്തതും അൾട്രാ സ്റ്റെബിലൈസേഷൻ മോഡ് ഇനേബിൾ ചെയ്യുമ്പോൾ 2 വീഡിയോ ഞാൻ കാണിക്കാം കേട്ടോ. മര്യാദ കണക്ക് അമ്മ നേരത്തെ എങ്ങനെയാണ് പോയത് അതുപോലെ തന്നെ ഇങ്ങോട്ട് അമ്മയുടെ ഇട്ട് വാ. ഇനി നമുക്ക് പറയേണ്ടത് ഫ്രണ്ട് ക്യാമറ. ഞാനിപ്പോൾ വിശദമായിട്ട് ഇനിയും കുറച്ച് കാര്യങ്ങൾ ഒന്ന് ഉപയോഗിച്ചതിന് ശേഷം നൈറ്റിലൊക്കെ 1-2 ഫോട്ടോ എടുത്തതിന് ശേഷമാണ് നമുക്ക് കുറച്ച് കാര്യങ്ങളൊക്കെ വ്യക്തമാക്കി പറയാൻ സാധിക്കും. അത് മറ്റൊരു വീഡിയോയിലൂടെ നമ്മൾ എന്തായാലും നമ്മുടെ സുഹൃത്തുക്കൾക്ക് പരിചയപ്പെടുത്തുന്നതാണ്. ഇനി അടുത്ത ഫ്രണ്ട് ക്യാമറയിലേക്ക് വരുമ്പോൾ ഫ്രണ്ട് ക്യാമറ നമുക്ക് 16 MP ആണ് ഫ്രണ്ട് ക്യാമറ നൽകുന്നത്. അവിടെയും ഒരു പ്രത്യേകത എനിക്ക് തോന്നിയ കാര്യം, ഇവിടെ ഒരു LED ഫ്ലാഷ് നൽകുന്നുണ്ട്. അത് അത്രയ്ക്കൊരു പെർഫെക്റ്റ് ആയുള്ള LED ഫ്ലാഷ് എന്ന് നമുക്ക് അവകാശപ്പെടാൻ പറ്റില്ല. പക്ഷേ എങ്കിലും നൈറ്റിലൊക്കെ എടുക്കുന്ന സമയത്ത് ഇത് വളരെയധികം ഉപകാരപ്പെടും എന്നാണ് പറയുന്നത്. പക്ഷേ നമുക്ക് 1-2 ഫോട്ടോസൊക്കെ നൈറ്റ് മോഡിൽ എടുത്താൽ മാത്രമേ അതിൻ്റെ വ്യക്തത നമുക്ക് പറയാൻ സാധിക്കുകയുള്ളൂ. പിന്നെ നമ്മുടെ ഫ്രണ്ട് ക്യാമറ പോപ്പപ്പ് ചെയ്ത് വരുമ്പോഴുള്ള ലൈറ്റ്നിങ് എഫക്ട്സ് കൊള്ളാട്ടോ. എന്തായാലും ഫ്രണ്ടിലേക്ക് വരുമ്പോഴും നമുക്ക് ബൊക്കേജ് എഫക്ട്സ്, വീഡിയോ എടുക്കുന്ന സമയത്ത് പോർട്രേറ്റ് തന്നെ ബൊക്കേജ് മോഡ് നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ സാധിക്കുന്നുണ്ട്. പക്ഷേ അതിൻ്റെ എഡ്ജ് കണ്ടാൽ നമുക്ക് അറിയാൻ പറ്റും, വലിയൊരു ഈ ബൊക്കേജിൻ്റെ ഒരു പെർസെൻറ്റേജ് കൂട്ടിയിടുന്നതിനോടുകൂടി എനിക്ക് യോജിപ്പില്ല. ഒരു 55 45 കിട്ടാൽ മതി. അല്ലെങ്കിൽ ഈ എഡ്ജിൽ ചെറിയൊരു ഷാർപ്പ് അല്ലാത്ത പോലത്തെ ഒരു ഫീല് വരുന്നുണ്ട്. നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ കണ്ടാൽ അത് മനസ്സിലാവും കേട്ടോ. പോർട്രേറ്റ് മോഡിലെടുത്ത ഫോട്ടോസിനൊക്കെ നല്ല ഒരു ക്വാളിറ്റി തന്നെയാണ് ലഭിക്കുന്നത്. എന്തായാലും ക്യാമറ ഡിപ്പാർട്ട്മെൻറ്റ് OPPO Reno2 ക്യാമറ ഡിപ്പാർട്ട്മെൻറ്റ് വളരെ മികച്ച ഒരു പെർഫോമൻസ് കാഴ്ചവെക്കുന്നു എന്ന് തന്നെയാണ് നമുക്ക് പറയാൻ പറ്റുന്നത്. ദെൻ സെക്യൂരിറ്റി ഫീച്ചർ നോക്കുമ്പോൾ തന്നെ എല്ലാ ഫോണിലും ഉള്ളത് തന്നെ ഫേസ് അൺലോക്കിംഗ് ആണെന്നുണ്ടെങ്കിലും ഫിംഗർ പ്രിൻ്റ് സെൻസറിങ്ങും ഉണ്ട്. ഈ റൈസപ്പ് ക്യാമറയെക്കുറിച്ച് പറയുമ്പോൾ നമ്മളെപ്പോഴും പറയാറുള്ളത് പോലെ തന്നെ ഇതിലെല്ലാം വർക്ക് ചെയ്യുന്നത് ഒരു മോട്ടറാണ്. പക്ഷേ എപ്പോഴും ഡ്യൂറബിലിറ്റിയുടെ കാര്യങ്ങൾ എപ്പോഴും നമുക്ക് ഉപയോഗിച്ചതിന് ശേഷം എത്ര നാൾ നിൽക്കും, എത്ര വർഷം നിൽക്കും എന്നുള്ള കാര്യങ്ങൾ നമുക്കിത് കുറേ നാൾ ഉപയോഗിച്ചതിന് ശേഷം മാത്രമാണ് പറയാൻ സാധിക്കുകയുള്ളൂ. എന്തായാലും ഓവറോൾ ഈ ഒരു ഫോണിൻ്റെ ഫീച്ചേഴ്സ് ക്യാമറ ഡിപ്പാർട്ട്മെൻറ്റ് വളരെ പെർഫെക്റ്റ് ആയിട്ട് തന്നെയാണ്. ഈ ഒരു പ്രൈസിന് കോഡ് ക്യാമറ നൽകുന്നുണ്ട്. കോഡ് ക്യാമറയിൽ തന്നെ ഇമേജ് സ്റ്റെബിലൈസേഷൻ ഒരു 5x വരെ അത് വളരെ പെർഫെക്റ്റ് ആയിട്ട് തന്നെയാണ്. അത് ഓപ്റ്റിക്കൽ ഇമേജ് സ്റ്റെബിലൈസേഷൻ നല്ല ക്വാളിറ്റിയിൽ തന്നെ വീഡിയോ ആണെന്നുണ്ടെങ്കിലും ഫോട്ടോ ആണെങ്കിലും നമുക്ക് ലഭിക്കുന്നുണ്ട്. സെപ്പറേറ്റ് ഉള്ള വീഡിയോയുടെ അൾട്രാ സ്റ്റെബിലൈസർ നമുക്ക് വീഡിയോസിന് വളരെയധികം സ്മൂത്ത്നെസ് തന്നെയാണ് നൽകുന്നത്. എന്തായാലും നമ്മുടെ സുഹൃത്തുക്കൾ ആരെങ്കിലും ഈ സ്മാർട്ട് ഫോൺ വാങ്ങിക്കാൻ ഉദ്ദേശിക്കുന്ന ആൾക്കാരുണ്ടെന്നുണ്ടെങ്കിൽ ക്യാമറ ഡിപ്പാർട്ട്മെൻറ്റ് വളരെ പെർഫെക്റ്റ് ആണ്. ചാർജിങ് ഫാസ്റ്റ് ചാർജിങ് ആണ്. എത്ര നാൾ നിൽക്കുമെന്നുള്ള കാര്യം ഞാൻ ചാർജ് ചെയ്തതിന് ശേഷം മാത്രം നമ്മുടെ സുഹൃത്തുക്കളോട് പങ്കുവയ്ക്കും. സ്മാർട്ട് ഫോണുകൾ വരുമ്പോൾ എപ്പോഴും അവർ കറക്റ്റായ ഇൻഫർമേഷൻ കൊടുക്കുക എന്ന് തന്നെയാണ് നമ്മുടെ ചാനലിൻ്റെ മുഖ്യമായ ലക്ഷ്യം. മറ്റൊരു വീഡിയോയുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. ബൈ.